പ്രൈസ് ദി ലോർഡ്. നമുക്ക് 34 സങ്കീർത്തനം 8 വാക്യം വായിക്കാം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദാവീദ് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ദാവീദ് എഴുതുകയാണ്, യഹോവയെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. സ്വന്തം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് ദൈവം നല്ലവനെന്ന് നമ്മളെ രുചിച്ച് അറിയണമെന്ന് ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 34 സങ്കീർത്തനം ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം. ഹല്ലേലൂയ. യഹോവ തൻ്റെ ദൂതനെ അയച്ച് അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവനെ വിടുവിക്കുന്ന ദൈവമാണ്. ദാവീദിന്റെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ, ശൗല് മുതൽ ദാവീദിന്റെ മകനായ അബ്സലോം മുതൽ ദാവീദിന്റെ ശത്രുക്കള് എല്ലാം ദാവീദിനെ ഓടിച്ചു. അവിടെ നിന്നെല്ലാം ദാവീദിനെ ദൈവം വിടുവിച്ചു. എങ്ങനെയാണ്? തൻ്റെ ദൂതനെ അയച്ച് പാളയമിറങ്ങി അവനെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. അതുകൊണ്ട് അപ്പോൾ ദാവീദ് പറയുകയാണ്, യഹോവ നല്ലവൻ രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ എന്താണ്? അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ അവൻ ഭാഗ്യവാനാണ്. അല്ല, ദൈവം നല്ലവനെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രുചിച്ചറിയണം. നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസഘട്ടങ്ങളിൽ നമ്മൾ യഹോവയെ ആശ്രയിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവൻ്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും പാളയമിറങ്ങി നമ്മെ വിടുവിച്ചത് ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ദാവീദിന്. അത് ഓർത്ത് ദാവീദ് പാടുകയാണ്. 119 സങ്കീർത്തനം ദാവീദ് പറയുകയാണ്, തിരുവചനം എൻ്റെ അണ്ണാക്കന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിൽ നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വേഗമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജന്മാർക്കും വെറുക്കുന്നു. തിരുവചനം എൻ്റെ അണ്ണാക്കന് എത്ര മധുരം. ദൈവത്തിൻ്റെ ഈ വചനമുണ്ടല്ലോ, ഈ വചനം എൻ്റെ അണ്ണാക്കന് എത്ര മധുരമാണ്. തേനല്ല എൻ്റെ അണ്ണാക്കന് മധുരം, നിന്റെ വചനമാണ്, അത് എൻ്റെ അണ്ണാക്കന് മധുരമാണ്. അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലതാണ്. അത് ജീവിതാനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഈ തിരുവചനമുണ്ടല്ലോ, ഈ വചനമുണ്ടല്ലോ, അത് തേനിലും നല്ലതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ച എൻ്റെ ജീവിതയാത്രയിൽ അത് തേനിലും നല്ലതാണ് ഈ വചനമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് ദാനിയേൽ പ്രവചനം 3 അധ്യായത്തിലേക്ക് നമുക്ക് ഒന്ന് വരാം. ദാനിയേൽ പ്രവചനം 3 അധ്യായം 28 വാക്യത്തിൽ നമുക്ക് ഒന്ന് വായിക്കാം. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ, തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവമല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പനയുടെ മറുത്ത തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ ദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഇവിടെ ശദ്രക്ക്, മേശക്, അബേദ്നെഗോ ഇവരെ തീപ്പൊയ്കയിൽ നെബൂഖദ്നേസർ രാജാവ് ഇട്ടുകളഞ്ഞു. അങ്ങനെ അവനെ തീപ്പൊയ്കയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ തീയുടെ ശക്തി 7 ഇരട്ടി വർദ്ധിപ്പിച്ച് അവനെ തീയിൽ ഇട്ടുകളഞ്ഞു. തീയിലിട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, തീയിൽ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്ന് അവനെ വിടുവിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. നമ്മൾ ആദ്യം വായിച്ചത് ദൈവത്തിൻ്റെ ദൂതന്മാർ പാളയമിറങ്ങി അവനെ വിടുവിക്കുന്നു എന്ന് ദാവീദ് പറയുകയാണ്. ഇവിടെ ശദ്രക്ക്, മേശക്, അബേദ്നെഗോ ഇവരെ 3 പേരെ തീച്ചൂളയിൽ നെബൂഖദ്നേസർ ഇട്ടപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി അവിടെ അവരെ വിടുവിക്കുകയാണ് കാണുന്നത്. അവർക്കൊരു കോട്ടവും തട്ടിയിട്ടില്ല. 4ാമത്തെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിൽക്കൽ അടുത്തു ചെന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ, ശദ്രക്ക്, മേശക്, അബേദ്നെഗോ പുറത്തു വരുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും ആ തീയിൽ നിന്ന് പുറത്തു വന്നു. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ അത്ഭുതം അവർ കാണുകയാണ്. നമ്മൾ വായിച്ചത്, ദൈവം
തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, ആ ഞങ്ങളുടെ ദൈവമുണ്ടല്ലോ, അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ ഇസ്രായേൽ ബാലന്മാർ രാജാവിനോട് പ്രാർത്ഥിക്കാതെ സർവശക്തനായി അഖിലാണ്ടത്തെ ഉളവാക്കിയ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവനെ തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു. അവരെ തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവം ഹല്ലേലൂയ ദൂതനെ അയച്ച് അവരെ തീയിൽ നിന്ന് വിടുവിക്കുകയാണ്. അങ്ങനെ ദൂതനെ അയച്ച് അവരെ തീയിൽ നിന്ന് വിടുവിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർ പറയുകയാണ്, ഹല്ലേലൂയ കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ്, നിങ്ങൾ ഇനി എന്തു ചെയ്യണം? ഹല്ലേലൂയ നിങ്ങളുടെ ദൈവത്തെ, ഹല്ലേലൂയ നിങ്ങളുടെ ദൈവത്തെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവുള്ളൂ. എല്ലാവരും ഇവരുടെ ദൈവത്തെ ഹല്ലേലൂയ മാത്രം ആരാധിക്കണം. ഹല്ലേലൂയ എന്ന് പറയുകയാണ്. 3-ാം അധ്യായം ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവ് കൽപ്പന കൊടുക്കുകയാണ്. നെബൂഖദ്നേസർ കൽപ്പിച്ചത് ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിനെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ രാജാവ്, ജാതീയ രാജാവായ നെബൂഖദ്നേസർ അവിടെ സാക്ഷ്യം പറയുകയാണ്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇവന്റെ ദൈവമുണ്ടല്ലോ, ആ ദൈവം വാഴ്ത്തപ്പെട്ടവനാണ്. അവൻ ആശ്രയിക്കുകയും സ്വന്തം ദൈവമല്ലാത്ത വേറെ ഒരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പനയെ മറുത്ത തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തു ചെയ്യുന്ന ദാസന്മാരെ അവൻ ദൂതനെ അയച്ച് വിടുവിച്ചു. ആ ദൂതനെ അയച്ച് വിടുവിച്ച ആ ദൈവമുണ്ടല്ലോ, ആ മഹാശക്തനായ ദൈവമുണ്ടല്ലോ, അവനെ മാത്രമേ നമ്മൾ ഇനി ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. അവനെ കഴിയുന്ന മറ്റൊരു ദൈവമില്ലായകൊണ്ട് ഏത് ജാതിക്കാരും വംശക്കാരും ഭാഷക്കാരും ആരെങ്കിലും ശദ്രക്കിന്റെയോ മേശക്കിന്റെയോ ഹല്ലേലൂയ അബേദ്നെഗോവിന്റെയോ ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണമായി ശകലിക്കുകയും അവന്റെ വീട് കുന്നാക്കുകയും ചെയ്യുമെന്ന് അവൻ വിധി പുറപ്പെടുവിച്ചു. അതായത് ശദ്രക്കിന് നമ്മൾ ദൈവത്തിന്റെ സാക്ഷ്യമുള്ളവരായി ഈ ലോകത്ത് ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ദൂതനെ അയച്ച് പാളയമിറങ്ങി, നമുക്ക് ചുറ്റും പാളയമിറങ്ങി ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ സാക്ഷിയായി ആ പ്രദേശത്ത് നിൽക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന ജാതീയ രാജാക്കന്മാര് ഹല്ലേലൂയ, ജാതീയ മനുഷ്യർ അവിടെ പറയും, ഹല്ലേലൂയ ഇവന്റെ ദൈവമാണ് സാക്ഷാൽ ദൈവം. ആ ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ദൈവത്തിന്റെ സാക്ഷിയായി, ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷിയായി ഇരിക്കണമെന്ന് നമ്മെ ഓർപ്പെടുത്തുകയാണ്. യഹോവ തന്നെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിൽ തിരിയുന്നവരെയും ആദരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നമ്മൾ യഹോവയെ തന്നെ ആശ്രയം, നമുക്ക് ആശ്രയമായി ഉള്ളത്, നമുക്ക് ശാശ്വതമായ ഒരു പാറ ദൈവമാണ്. അതാണ് യഹോവയെ തന്നെ ആശ്രയമാക്കിയിരിക്കുകയും നിഗളത്തിലേക്കും വ്യാജത്തിലേക്കും തിരിയാതിരിക്കുന്നവരെ ആദരിക്കുകയും ചെയ്യുന്ന തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ മാത്രം നമ്മൾ ആശ്രയിക്കണം. നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. തിരുവചനം പ്രമാണിക്കുന്നവന് നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവന് ഭാഗ്യവാൻ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ തിരുവചനം നമ്മൾ ആചരിക്കുന്നുവെങ്കിൽ നമ്മൾ നന്മ കണ്ടെത്തും. യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ എന്താണ്? അവൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആരാണ്? അവൻ ഭാഗ്യവാനാണ് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. 34-ാം അധ്യായം 8-ാം വാക്യം, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദാവീദിന്റെ ജീവിത യാത്രയിൽ ദാവീദിന്റെ അപ്പനും അമ്മയും ദാവീദിനെ മറന്നു കളഞ്ഞതാണ്. അവൻ യഹോവയോട് യാചിച്ചു, യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവനെ പൊക്കിയെടുത്ത് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. ദാവീദ് തന്റെ സകല ശത്രുക്കളുടെയും മുമ്പിൽ നിന്ന് ദൈവം തന്റെ ദൂതനെ അയച്ച് ദാവീദിനെ രക്ഷിക്കുകയാണ്. ശൗൽ രാജാവിന്റെ
ശൗൽ രാജാവിന്റെ കയ്യിൽ നിന്നും തന്റെ മകനായ അബ്സലോമിന്റെ കയ്യിൽ നിന്നും സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം അടിച്ച് ദാവീദ് അവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ ഈ ഓട്ടത്തിലുണ്ടല്ലോ, യഹോവ നല്ലവനെന്ന് എനിക്ക് രുചിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. എനിക്ക് ആശ്രയമായുള്ളത് ദൈവമാണ്. ഞാൻ ദൈവത്തിൽ മാത്രമാണ് ആശ്രയിച്ചത്. അതുകൊണ്ട് ദൈവം എൻ്റെ സങ്കേതവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാണ്. അവൻ്റെ ദൂതന്മാര് എനിക്ക് ചുറ്റും പാളയമിറങ്ങി എന്നെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ്റെ ദൂതന്മാർ എനിക്ക് ചുറ്റും പാളയമിറങ്ങി എന്നെ വിടുവിച്ചു എന്ന് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ദാവീദ് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ യഹോവ നല്ലവനെന്നും രുചിച്ചറിവീൻ, കഷ്ടദിവസത്തിൽ അവൻ ശരണവുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.